أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അൽഹംദുലില്ലാ, കഴിഞ്ഞ ആഴ്ച UK ജൽസ സാലാന അള്ളാഹുവിൻ്റെ അനുഗ്രഹാശിസുകളുടെ ദൃശ്യങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് പരിസമാപ്തി കുറിക്കുകയുണ്ടായി. ഈ 3 ദിവസങ്ങൾ മഹത്തായ അനുഗ്രഹങ്ങളുടെ ദിവസങ്ങളായിരുന്നു. അത് സ്വന്തക്കാരിലും അന്യരിലും ഒരുപോലെ നല്ല പ്രഭാവമാണ് ചെലുത്തിയിട്ടുള്ളത്. അന്യരായ ചിലരുടെ അഭിപ്രായങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. പക്ഷേ അതിനു മുമ്പ് വോളണ്ടിയർമാർക്ക് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അവർ ജൽസയ്ക്ക് മുമ്പും മുന്നോടിയായും ജൽസ വേളയിലും ജൽസയ്ക്ക് ശേഷവും സംവിധാനങ്ങൾ ചെയ്യാൻ, അത് പൂർത്തിയാക്കാൻ, അത് സ്വരുക്കൂട്ടാൻ, വൈൻഡപ്പ് ചെയ്യാൻ തങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിച്ചു വരികയാണ്. അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈൻഡപ്പ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജമാഅത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും തങ്ങളുടെ ഈ സവിശേഷമായ പെരുമാറ്റത്താൽ അന്യരായ ആളുകളിൽ അവർ അഭിനന്ദിക്കും വിധം ഉള്ള സ്വാധീനം ചെലുത്തുകയുണ്ടായി. ഈ സന്നദ്ധ പ്രവർത്തകർ ഇങ്ങനെ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഒരു നിശബ്ദമായ തബ്ലീഗാണ്, ദീനി പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജലസയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട പ്രവർത്തകർക്കും ഇക്കാര്യത്തിൽ സുപ്രസക്തമായ ഭാഗധേയമുണ്ട്. അവർ എൻട്രൻസ് പ്രവേശനദ്വാരങ്ങളിൽ ഡ്യൂട്ടി ചെയ്യുന്നവർ, ഗേറ്റിൽ ഡ്യൂട്ടി ചെയ്യുന്നവർ, ചെക്കിങ്ങിൽ, അതുപോലെ പാർക്കിങ്ങിൽ, ഭക്ഷണ വിതരണത്തിൽ, ഭക്ഷണം പാകം ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ ശുചിത്വ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരൊക്കെയാണ്. അതുപോലെ തന്നെ കുട്ടികൾ ജലവിതരണത്തിന് വേണ്ടിയുള്ള ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും കുട്ടികൾ സേവനങ്ങൾ അനുഷ്ഠിക്കുകയുണ്ടായി. എല്ലാ നിലക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ജൽസ സാലാനയിൽ പ്രവർത്തിക്കുന്നവർ വളരെ ആക്റ്റീവായി, വളരെ സജീവമായി കാണപ്പെടുകയുണ്ടായി. അവരെല്ലാവരും നന്ദി അർഹിക്കുന്നവരുമാകുന്നു. അല്പസ്വല്പം പോരായ്മകൾ ഉണ്ടാകും, പലർക്കും അത് കാണപ്പെടുന്നുമുണ്ടാകും. എന്നാൽ ഇത്രയും വലിയ സംവിധാനത്തിൻ്റെ കീഴിൽ അത്തരം നിസ്സാര പോരായ്മകൾ വിട്ടുവീഴ്ച ചെയ്യപ്പെടേണ്ടതാണ്. ഏതായാലും ഈ ഡ്യൂട്ടികളെല്ലാം നിർവഹിക്കുന്നവർ അവർ അതിഥികളെ സേവിക്കുന്നതോടൊപ്പം തന്നെ വളരെ നിശബ്ദമായ നിലയിൽ തബ്ലീഗും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ, അതിഥികൾ ഇവിടെയുള്ള വോളണ്ടിയർമാരെ സംബന്ധിച്ച്, ഡ്യൂട്ടിക്കാരെക്കുറിച്ച് ഇത് തുറന്നു പറയുകയും ശ്ലാഘിക്കുകയും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിഥികളും അതുപോലെ പുറമേ നിന്ന് വന്നവരുമൊക്കെ തന്നെ തങ്ങളുടെ റിമാർക്സ്, തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയാണ് പോകുന്നത്. അതുപോലെ ലോകത്ത് വിവിധ രാഷ്ട്രങ്ങളിൽ വസിക്കുന്ന ജനങ്ങൾ MTA മുഖേന നല്ല നിലയിൽ ജൽസ പ്രോഗ്രാമുകൾ അവർക്ക് കാണാനും കേൾക്കുവാനുമായി എന്ന കാര്യത്തിൽ അവരും കൃതജ്ഞത രേഖപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ എല്ലാ പ്രവർത്തകന്മാർക്കും ഞാൻ ഇവിടെ നന്ദി പറയുകയാണ്. ഈ വർഷം UK വളണ്ടിയർമാരോടൊപ്പം പ്രവർത്തിക്കാനായി ഇതാദ്യമായി വലിയൊരു സംഘം ഖുദ്ദാം വളണ്ടിയർമാർ മൗറീഷ്യസിൽ നിന്ന് വരികയുണ്ടായി. അവർ നല്ല നിലയിൽ പ്രവർത്തിക്കുകയുണ്ടായി. അതുപോലെ കാനഡയിൽ നിന്നും ഖുദ്ദാം വരികയുണ്ടായി. അവർ വൈൻഡപ്പിൽ ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്കെല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രസ് ആൻഡ് മീഡിയ കവറേജും ഈ വർഷം വളരെ നല്ല നിലയിൽ തന്നെ ഉണ്ടായി. അതുപോലെ ട്രാഫിക് സംവിധാനവും വളരെ നല്ല നിലയിലായിരുന്നു.
അയൽവാസികളും അതിൽ സന്തോഷവാന്മാരായിരുന്നു. എല്ലാ വർഷവും അവർക്ക് പൊതുവെ പരാതി ഉണ്ടാകുമായിരുന്നു. ഈ വർഷം പരാതി വന്നിട്ടില്ല. ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഹാജർ നിലവാരം കുറവായത് കൊണ്ടായിരിക്കാം വളരെ സുഗമമായി ട്രാഫിക് നടന്നതെന്നും അവർ ധരിച്ചിട്ടുണ്ടാകും. വാസ്തവത്തിൽ ഹാജർ നിലവാരം കഴിഞ്ഞ വർഷത്തേക്കാൾ 2000 അധികമായിരുന്നു. അവരുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെടുകയുണ്ടായി. മാഷാ അല്ലാഹ്, വളരെ നല്ല സംവിധാനമായിരുന്നു. നമ്മുടെ ഈ പ്രദേശത്തുള്ള കൗൺസിലർ അഹമ്മദിയും മുറബിയുമാണ്. അദ്ദേഹം അയൽവാസികളോട് നല്ല ബന്ധവും പുലർത്തുകയും ട്രാഫിക് പ്ലാനിങ്ങിൽ വളരെ നല്ല പങ്കുവഹിക്കുകയും ചെയ്യുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തിനും തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഏതായാലും ഇനി ഞാൻ ചില അഭിപ്രായ പ്രകടനങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും. അള്ളാഹു ഈ അഭിപ്രായ പ്രകടനം നടത്തിയവരുടെ ഹൃദയങ്ങൾ വിശാലമാക്കുകയും അവർക്ക് അഹമ്മദിയത്തിൻ്റെ സന്ദേശം ശരിയാവണ്ണം ഗ്രഹിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൻ്റെ ആഗമനോദ്ദേശം കൈവരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. കേവലം ഈ 3 ദിവസങ്ങൾ മാത്രമല്ല, മറിച്ച് അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥിരം ഭാഗമാക്കാൻ നമുക്ക് കഴിയുമാറാകട്ടെ. ഫ്രഞ്ച് ഗ്യാനിയിൽ നിന്നും ജൽസയിൽ വന്ന ഇസ്മായിൽ ബെലിൻ സാഹിബിന് ജമാത്തുമായി ചിരകാല ബന്ധമുണ്ട്. എന്നാൽ ബയ്യത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ജൽസയ്ക്കിടയിൽ ബയ്യത്ത് ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ലോകത്തിലെ എല്ലാ വലിയ വലിയ ഭാഷകളിലും അതുപോലെ വലിയ വലിയ കമ്മ്യൂണിറ്റികളും ഒരുമിച്ച് കൂടിയ ഇത്തരം പരിപാടി ഞാൻ ജീവിതത്തിൽ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. ജൽസയിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ വിശ്വാസം ദൃഢവിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി. ഇത് ഒരു സത്യ ജമാത്താണെന്ന് ബോധ്യമാവുകയുണ്ടായി. ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജമാത്താണെന്നും എനിക്ക് വിശ്വാസമുണ്ടായി. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനത്തിന് ലബ്ബൈക്ക് പറയാതെയും കാലത്തിൻ്റെ ഇമാമായ മസീഹ് മൗദിനെ വിശ്വസിക്കാതെയും ഇരിക്കുകയാണെങ്കിൽ നമ്മൾ നിശ്ചയമായും വഴികേടിലാകുന്നതാണ്. പറയുന്നു, എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, അള്ളാഹു എനിക്ക് ഈ മാർഗത്തിലേക്ക് സന്മാർഗം നൽകിയിരിക്കുകയാണ്. ഇന്ന് മുസ്ലിങ്ങൾ ഐക്യതയിലും അഖണ്ഡതയിലുമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിച്ച് ഖിലാഫത്തിൻ്റെ കയ്യിൽ ബയ്യത്ത് ചെയ്ത് ഈ അനുഗ്രഹീത ജമാഅത്തിൻ്റെ ഭാഗമാകേണ്ടത് അനിവാര്യമാണ്. ജൽസ സാലാനയുടെ സംവിധാനവും അനുഭവമാകുന്നു. എല്ലാ വളണ്ടിയർമാരെയും എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് സുസ്മേരവതരായി കാണപ്പെടുകയുണ്ടായി. അവരുടെ മുഖങ്ങളിൽ യാതൊരു തരത്തിലുള്ള കപടതയും ഉണ്ടായിരുന്നില്ല. ഓരോ വളണ്ടിയറും ഹൃദയാത്മന അതിഥികളെ സേവിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആരെയും നേരിട്ട് അറിയില്ലായിരുന്നു. പക്ഷെ ഓരോരുത്തരെയും കണ്ടുമുട്ടിയപ്പോൾ വർഷങ്ങളോളം പരിചയമുള്ളവരെ പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പറയുന്നു, ഞാൻ ജൽസയ്ക്ക് മുമ്പും കുറേ വർഷങ്ങളായി മുസ്ലിം ആയിരുന്നു, കൺവേർട്ട് ആയതാണ്. അതുപോലെ ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ എപ്പോഴും ഏതോ ഒരു കുറവ് എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഈ ജൽസയിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ ആ കുറവ് മാറിയതായി എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. ജപ്പാനിൽ നിന്ന് വന്ന ബുദ്ധമതത്തിൻ്റെ ചീഫ് പ്രീസ്റ്റ് യോഷിദ സാഹിബ് പറയുന്നു, ഞങ്ങൾ ജൽസയുടെ എല്ലാ സെഷനുകളിലും പങ്കെടുത്തു. എൻ്റെ ഭാര്യ സ്ത്രീകളുടെ പന്തലിലും പോവുകയുണ്ടായി, എക്സിബിഷനും കണ്ടു, കുറച്ച് നേരത്തേക്ക് മാർക്കറ്റിലേക്കും പോയി. എല്ലാ സ്ഥലത്തും സന്നദ്ധരായ ജാഗരൂകരായ വളണ്ടിയർമാരുടെ സേവനം മാതൃകമായ നിലയിൽ കാണുകയുണ്ടായി. ആദ്യ ദിവസം തൊട്ട് അവസാന ദിവസം വരെയും വളണ്ടിയർമാരുടെ ആവേശവും ശുഷ്കാന്തിയും ഒരുപോലെ നിലനിന്നതായി കാണപ്പെട്ടു. ജൽസയിൽ പങ്കെടുക്കുന്ന അഹമ്മദികളും നല്ല ആതിഥേയരും വളരെ സോഷ്യലുമായിരുന്നു, ഇടപഴകുന്ന ആളുകളുമായിരുന്നു. ലോകത്തിലെ 100-ലധികം രാജ്യങ്ങളിലെ ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ പല കാര്യങ്ങളിലും വൈജാത്യമുണ്ടാകും, പല പ്രശ്നങ്ങളും ഉദിക്കുന്നതാണ്. എന്നാൽ ഇവിടെ എല്ലാവരുടെയും സ്വഭാവവും പെരുമാറ്റവും സമാനമായ നിലയിൽ കാണപ്പെട്ടു. ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ വഴിയിൽ തടഞ്ഞാൽ തന്നെ അവർ അവിടെ നിൽക്കുമായിരുന്നു. നമസ്കാരത്തിനോ ജൽസക്കോ വേണ്ടി വിളിക്കുമ്പോൾ താമസം വിന എത്തിച്ചേരുമായിരുന്നു. പറയുന്നു, ഞങ്ങൾക്ക് ജൽസയുടെ ഈ ദൃശ്യങ്ങൾ അവിസ്മരണീയ മുഹൂർത്തങ്ങളായിരുന്നു. അദ്ദേഹം ഞാനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഏകനായ ദൈവത്തിൽ വിശ്വസിക്കണം, അത് അനിവാര്യമാണ്. അത് സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതുപോലെ മനുഷ്യത്വത്തെ സ്നേഹിക്കാനും ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, ഞാൻ ബുദ്ധമതാനിയായി ആയതുകൊണ്ട് പരമ്പരാഗതമായി ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ ഈ ലോകത്തിന് ഒരു സ്രഷ്ടാവും നാഥനുമുണ്ടെന്ന്, അതുപോലെ നമ്മളെല്ലാവരും അവൻ്റെ സൃഷ്ടികളാണെന്നും നമ്മുടെ സൃഷ്ടാവും ഉടമസ്ഥനുമായ നാഥൻ്റെ സാമീപ്യം നേടാൻ നമുക്ക് കഴിയുമെന്നും എൻ്റെ മനസ്സ് എപ്പോഴും ഓതുമായിരുന്നു. ഏതായാലും അല്പസ്വല്പമാണെങ്കിലും അള്ളാഹുയിലേക്ക് ചുവട് വെപ്പ് നടത്താൻ അദ്ദേഹത്തിന് തോന്നലുണ്ടായിരിക്കുന്നു. കൊസോവയിൽ നിന്ന് വന്ന ഒരു അതിഥി അസീസ് നസീരി സാഹിബ് പറയുന്നു, ആദ്യമായിട്ടാണ് ഞാൻ ജൽസയിൽ പങ്കെടുക്കുന്നത്.
വളരെ സന്തോഷം തോന്നി. എല്ലാ കാര്യങ്ങളും വളരെ സുസംഘടിതമായി നടക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പ്രഭാഷണങ്ങൾ വളരെ ഫലപ്രദമായിരുന്നു. ഖലീഫത്തുൽ മസീഹിൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ആത്മീയ മാറ്റം സംജാതമായതായി എനിക്ക് അനുഭവപ്പെട്ടു. അതുമായിട്ടാണ്, ആ ഒരു മാറ്റത്തോടെയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഇവിടെ നമസ്കരിക്കുമ്പോൾ തന്നെ എൻ്റെ അന്തരംഗങ്ങളിൽ ഒരു മനഃശാന്തി ലഭിക്കുമായിരുന്നു, നിർവൃതി ഉണ്ടാകുമായിരുന്നു. പറയുന്നു, ഞാനൊരു വൃദ്ധനാണ്, അടുത്ത വർഷവും ഈ ആത്മീയ അന്തരീക്ഷത്തിൽ വരാൻ കഴിയണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. പറയുന്നു, ഈ അന്തരീക്ഷം എൻ്റെ ഉള്ളിൽ ഇസ്ലാം അഹമ്മദിയത്തിനോട് ഒരു പ്രത്യേകമായ സ്നേഹം ഊട്ടിയുറപ്പിച്ചിരിക്കുന്നു. ഞാൻ ലോകത്ത് എവിടെ പോയാലും ഇതിനെപ്പറ്റി പറയുന്നതാണ്. അഹമ്മദിയത്തിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ പഠിക്കാൻ മറ്റുള്ളവരോടും ജനങ്ങളോടും ഞാൻ ഉത്ബോധിപ്പിക്കുന്നതാണ്. തെളിവുകൾ സഹിതമുള്ള ഖലീഫത്തുൽ മസീഹിൻ്റെ സമാപന പ്രഭാഷണത്തെ പറ്റിയും ഞാൻ തീർച്ചയായും ജനങ്ങളോട് പങ്കുവെക്കുന്നതാണ്. കാരണം ഞാൻ അക്കാര്യങ്ങൾക്ക് നേർസാക്ഷിയാണ്. ബസ്തീന എന്നോ മറ്റോ പേരുള്ള ഒരു പട്ടണത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ്. അവിടെ ജമാഅത്തിൻ്റെ മിഷൻ ഹൗസുമുണ്ട്. ബയത്ത് ചെയ്യുന്നതിന് മുമ്പ് അവിടെ അടുത്തുണ്ടായിരുന്ന ആ കടയിൽ ഉള്ള ഉടമസ്ഥൻ, അയാൾ മുസ്ലിം ആയിരുന്നു. ഞാൻ മിഷൻ ഹൗസിൽ പോയി നമസ്കരിക്കുന്നത് അയാൾ അറിഞ്ഞപ്പോൾ എന്നെ വിലക്കിക്കൊണ്ട് പറഞ്ഞു, ആ മസ്ജിദിൽ പള്ളിയിൽ പോകരുത്, അത് കാദിയാനികളുടെ മസ്ജിദാണ്, അവർക്ക് ഒരു പുതിയ നബിയുണ്ട്, പുത്തൻ നബിയുണ്ട്. ആ വ്യക്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭർസിക്കുന്ന വ്യക്തിയാണ്. നഊസ് ബില്ലാ. ഇസ്ലാമിൽ പുത്തൻ പ്രവണതകൾ, ബിദ്അത്ത് തുടങ്ങിയ വ്യക്തിയാണ്. ഇസ്ലാമിക അധ്യാപനങ്ങളെ മാറ്റിമറിച്ച വ്യക്തിയാണ്. പക്ഷേ ഞാൻ തുടർച്ചയായി നമസ്കാരങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നു, ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കരസ്ഥമാക്കിക്കൊണ്ടിരുന്നു. അള്ളാഹു എൻ്റെ ഹൃദയത്തെ അഹമ്മദിയത്തിന് വേണ്ടി പ്രകാശപൂരിതമാക്കി. എന്നാൽ ഈ പ്രഭാഷണം കേട്ടപ്പോൾ അനഹമ്മദികളായ വിരോധികൾ എങ്ങനെയാണ് ജമാഅത്തിൽ നിന്ന് ആളുകളെ അകറ്റുന്നത് എന്ന് എനിക്ക് ഒരിക്കൽ കൂടി ബോധ്യമായി. ഏതായാലും ഞാൻ അവിടെ പോയി ഈ പ്രഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ ഉദ്ധരണികൾ കൊണ്ട് അവർക്കുള്ള മറുപടി നൽകുന്നതാണ്. ചിലിയിൽ നിന്ന് വന്ന ഒരു ഉമർ ഡെഗൂർ സാഹിബ് പറയുന്നു, ഇദ്ദേഹം ചിലി ദേശീയ ഭരണകൂടത്തിൽ ഡയറക്ടർ ഓഫ് വേർഷിപ്പ് എന്ന നിലക്ക് സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയാണ്. പറയുന്നു, രാജ്യത്ത് സ്ഥാപിതമായിട്ടുള്ള എല്ലാ മതസംഘടനകളിലുമായും അവരുടെ രജിസ്ട്രേഷൻ മുതലായ കാര്യങ്ങളിൽ സഹകരിക്കുന്നത്, അതുപോലെ തന്നെ ചിലി സർക്കാരിനെ അക്കാര്യത്തിൽ സഹായിക്കുന്നതാണ് എൻ്റെ ഡ്യൂട്ടി. പറയുന്നു, ഞാൻ അഹമ്മദിയ ജമാഅത്തിനെ സംബന്ധിച്ച് ചിലിയിലുള്ള മുസ്ലിം സംഘടനകളോട് ആരാഞ്ഞപ്പോൾ എല്ലാവരും വളരെ നെഗറ്റീവായിട്ടുള്ള പ്രതികൂലമായ പ്രതികരണമാണ് നടത്തിയത്. അതായത് ചുരുക്കി പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളിൽ നിന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പറയുന്നു, ഞാൻ നിങ്ങളുടെ ഖലീഫയുമായി ജൽസയിൽ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഇനി ഞാൻ എൻ്റെ പങ്ക് ഇത്തരുണത്തിൽ നല്ല നിലയിൽ നിർവഹിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഉറപ്പ് നൽകുകയാണ്. മാത്രമല്ല, എൻ്റെ സ്വാധീനത്തിലുള്ള എൻ്റെ കീഴിലുള്ളവരോട് അഹമ്മദികൾ വെറും മുസ്ലിങ്ങളല്ല, മറിച്ച് ഏറ്റവും നല്ല മാതൃകാ മുസ്ലിങ്ങളാണെന്ന് പറയുകയും ചെയ്യുന്നതാണ്. പറയുന്നു, ഞാൻ ചിലിയിൽ അഹമ്മദിയത്ത് സ്ഥാപിക്കുന്ന കാര്യത്തിലും നല്ല പോലെ ശ്രമിക്കുന്നതാണ്. പറയുന്നു, എനിക്ക് ഖലീഫയുടെ ആദ്യ ദിവസത്തെ പ്രഭാഷണം പ്രത്യേകമായ നിലയിൽ ഇഷ്ടപ്പെട്ടു. അതിൽ അദ്ദേഹം സ്വയം തന്നെ ഡിസിപ്ലിനെക്കുറിച്ചും അച്ചടക്കത്തെക്കുറിച്ചും അതുപോലെ തന്നെ സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ചും ഖുതുബ നൽകുകയുണ്ടായി. പറയുന്നു, ഞാൻ ഒരുപാട് മതസമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ ഒരു മതനേതാവും സംഘടനാപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് മാർഗനിർദ്ദേശം നൽകുന്നത് ഞാൻ ഒരിക്കലും തന്നെ കണ്ടിട്ടില്ല. എനിക്ക് ആ ഖുതുബ കേട്ടപ്പോൾ അത്ഭുതവും സന്തോഷവും ഉണ്ടായി. കാരണം ഇക്കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഖലീഫ ജമാഅത്തിൻ്റെ ആത്മീയവും ധാർമ്മികവുമായ പുരോഗതിയും സംവിധാന സംബന്ധമായ ഉത്കർഷതയും ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്നാണ് വിളിച്ചോതുന്നത്. ഹോളണ്ടിൽ നിന്നും ഒരു വനിത മിസ്സസ് ബെട്രീഷ്യ പറയുന്നു, ഏറ്റവും ആദ്യം ഞാൻ ജൽസ UK 2024 നിങ്ങളുടെ അതിഥി സൽക്കാരത്തിന് നന്ദി പറയുകയാണ്. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ആളുകൾ സമ്മേളിച്ചിരുന്നു. വളരെ വിസ്മയാവഹമായ സാഹോദര്യത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്തോനേഷ്യ മുതൽ അമേരിക്ക വരെയുള്ള രാജ്യങ്ങളിലെ ആളുകൾ ഇവിടെ സന്നിഹിതരായിരുന്നു. പറയുന്നു, ഞാൻ നിങ്ങളുടെ എല്ലാ സമ്മേളനങ്ങളിലും പീസ് വാക്കും അതുപോലെ കോൺഫറൻസുകളിലുമൊക്കെ തന്നെ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ ജൽസയിൽ പങ്കെടുത്തത് എൻ്റെ അടുത്ത ചുവടുവയ്പ്പാണ്. ഇവിടെ ദിവസം പ്രതി ആയിരക്കണക്കിന് ആളുകളെ മാനേജ് ചെയ്യുന്നു, ഹാൻഡിൽ ചെയ്യുകയും ഒരു ഗ്രാമത്തിൻ്റെ സെറ്റപ്പിൽ ഒരു ഗ്രാമത്തിൻ്റെ പ്രതീതി ഇവിടെ ഉളവാകുകയും ചെയ്തിരിക്കുന്നു. എല്ലാ ലോജിസ്റ്റിക്കുകളോടെയും എല്ലാ സൗകര്യങ്ങളോടെയും കൂടി ഉള്ള ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ സംവിധാനമാണ് ഇവിടെ ഉണ്ടായിരുന്നത്.
ജനങ്ങളുടെ ഒരു മഹാസഞ്ചയം തന്നെ മറ്റുള്ളവരുമായി സഹകരിക്കുന്നത് കാണാൻ എനിക്കിടയായി. പ്രത്യേകിച്ച് ലൈനുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾ ഒപ്പത്തിനൊപ്പം ശുചിത്വ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടായിരുന്നു. ജൽസയെ സാധ്യമായ നിലയിൽ നല്ല നിലയിൽ നടത്തിപ്പോരാൻ വേണ്ടി പ്രവർത്തകരുടെ വോളണ്ടിയർമാരുടെ മുഴുവൻ ടീമും പ്രവർത്തിച്ചു. അവർക്ക് അഭിനന്ദനങ്ങൾ. യുവാക്കളും വിദ്യാർത്ഥികളും എല്ലാവരും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വ്യാപൃതരായി കാണുകയുണ്ടായി. ഒരു വലിയ ഉദ്ദേശത്തിന് വേണ്ടി പരസ്പരം സഹകരിക്കുന്നത് കാണുന്നത് വളരെ സന്തോഷദായകമായ കാര്യമാണ്. പറയുന്നു, വിവിധ സെഷനുകളിൽ പങ്കെടുത്തപ്പോൾ വളരെ സമാധാനപൂർണമായ ഒരു ഊർജ്ജസ്വലത എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. പ്രത്യേകിച്ച് ആഗോള ബൈഅത്തിൻ്റെ സെഷൻ ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിക്കാനാകുകയില്ല. പറയുന്നു, ലോകത്ത് എല്ലാവരും ജമാഅത്ത് ചെയ്യുന്നത് പോലെ മനുഷ്യത്വത്തിന് വേണ്ടിയും കൂടുതൽ ഉണർവും സഹാനുഭൂതിയും പ്രദർശിപ്പിച്ചാൽ തീർച്ചയായും ലോകത്തിലുള്ള ആഗോള പ്രശ്നങ്ങളൊക്കെ നിർദ്ധാരണം ചെയ്യാൻ കഴിയുന്നതാണ്. അർജന്റൈനിൽ നിന്നും തോമസ് റീനൽ സാഹിബ് എന്ന അതിഥി വന്നിരുന്നു. അദ്ദേഹം അർജന്റൈനിലെ നാഷണൽ സെക്രട്ടറി ഓഫ് വേർഷിപ്പിൻ്റെ പ്രതിനിധിയാണ്. പറയുന്നു, ഞാൻ നിങ്ങളുടെ ജലസയെ അസൂയാവഹമായ കണ്ണുകളോടെയാണ് കാണുന്നത്. നിങ്ങൾ എത്ര മനോഹരമായും അച്ചടക്കത്തോടെയുമാണ് ഇത്രയും വലിയ ജനസഞ്ചയത്തിന് സംവിധാനം ഒരുക്കി ഇരിക്കുന്നത്. പറയുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഇത് സാധ്യമല്ല. മറിച്ച് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പോലും ഇത്ര വലിയ സമ്മേളനത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. സ്ത്രീകളോട് ഉള്ള ഖലീഫയുടെ പ്രഭാഷണം ശ്രവിച്ചു. നിങ്ങൾ സാമൂഹികമായ സമ്മർദ്ദവും പാശ്ചാത്യ ലോകത്തിൻ്റെ പ്രഭാവവും ഉണ്ടായിട്ട് പോലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസാദർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നത് കാണുമ്പോൾ അതിനെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ഒരു ക്രിസ്ത്യൻ എന്ന നിലക്ക് ഇവിടെ പറഞ്ഞ എല്ലാ പോയിന്റുകളോടും എനിക്ക് യോജിക്കാൻ സാധ്യമല്ലെങ്കിൽ കൂടിയും കുടുംബജീവിതത്തെപ്പറ്റി വിവരിച്ച കാര്യങ്ങൾ ഒരു അമുസ്ലിം ആണെങ്കിൽ പോലും എനിക്ക് വളരെ പ്രയോജനപ്രദമായി തോന്നുകയുണ്ടായി. തായ്വാനിൽ നിന്ന് വന്ന അതിഥി ഡോക്ടർ ക്രിസ്റ്റി ചാങ് സാഹിബ പറയുന്നു, വളരെ നല്ല നിലയിലായിരുന്നു ഞങ്ങളെ എയർപോർട്ടിൽ സ്വീകരിച്ച് അന്വയിച്ചത്. വളരെ നല്ല ആതിഥേയമായിരുന്നു കാഴ്ചവെച്ചത്. തുടർന്ന് ജൽസയിൽ പങ്കെടുക്കാനും ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. അവിടെ ആയിരക്കണക്കിന് വോളണ്ടിയർമാർ ജോലി ചെയ്യുന്നത് കാണാൻ സാധിച്ചു. എൻ്റെ അത്ഭുതത്തിന് പരിധി ഉണ്ടായിരുന്നില്ല. പറയുന്നു, ഞാൻ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ വലിയ വലിയ കോൺഫറൻസുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ വോളണ്ടിയർമാർ, സന്നദ്ധ സേവകർ പ്രവർത്തിച്ച് നടത്തുന്ന ഇത്ര വലിയ സമ്മേളനം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ലേജനയായിട്ടുള്ള പ്രഭാഷണത്തിൽ ഖലീഫത്തുൽ മസീഹ് അഹമ്മദി പെൺകുട്ടികളോട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് വളരെ മനോഹരമായി പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ഈ പ്രഭാഷണത്തിനിടയിൽ ഞാൻ കുട്ടികളുടെ മുഖഭാവങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ അത് സശ്രദ്ധം ശ്രവിക്കുന്നത് കാണുമ്പോൾ തന്നെ അഹമ്മദി ബാലികമാരും യുവതലമുറയും ഖലീഫയുടെ എത്രമാത്രം സ്നേഹമുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഖലീഫയെ കാണുന്നത്. ഞാൻ കരുതിയത് ഈ കൂടിക്കാഴ്ച തികച്ചും ഫോർമലായിട്ട് ഔപചാരികമായിട്ടായിരിക്കുമെന്നാണ് കരുതിയത്. വളരെയേറെ കൃത്രിമത്വവും അതുപോലെ തന്നെ ഒരുപാട് ഗൈഡൻസും നേരിടേണ്ടി വന്നുവെന്ന് ഞാൻ കരുതി. പക്ഷേ ഒരു ഫോർമാലിറ്റിയും കൂടാതെ ഞങ്ങളുടെ സംഭാഷണം നടന്നു. പൊതുവായ വിവരങ്ങളും തായ്വാനെ സംബന്ധിച്ചും ചോദിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഖലീഫയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിൽ ഞങ്ങൾ ലയിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും തന്നെ ചോദിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ജൽസ അവരിൽ നല്ല പ്രഭാവമാണ് ചെലുത്തിയത്. തായ്വാനിൽ നിന്ന് വന്ന മറ്റൊരു അതിഥി ഡോക്ടർ ഫരീങ് സാഹിബ് പറയുന്നു, ഒരു സുദീർഘ യാത്ര ചെയ്ത ശേഷമാണ് ഈ ജൽസയിൽ ഞാൻ പങ്കെടുക്കുന്നത്. തായ്വാനിൽ നിന്ന് പുറപ്പെട്ട് ബീജിങ്ങിൽ എത്തിയപ്പോഴാണ് തായ്വാനിൽ പ്രകൃതിക്ഷോഭം കാരണം ഫ്ലൈറ്റ് ക്യാൻസലായത് അറിയാനിടയായത്. ഏതായാലും ഞങ്ങൾ യാത്ര ചെയ്ത് സസുഖം ഇവിടെ എത്തിച്ചേർന്നു. ഞങ്ങളുടെ യാത്ര ഒരു അത്ഭുത ദൃഷ്ടാന്തമാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. ജൽസയിൽ പങ്കെടുത്തപ്പോൾ അത് ഒരു ദൈവിക വിധിയുടെ നിമിത്തമായാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ജൽസയുടെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ ഖലീഫ ഇതൊരു ലൗകിക സമ്മേളനമല്ല, ഭൗതിക സമ്മേളനമല്ല, മറിച്ച് ആത്മീയ സമ്മേളനമാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ വിശ്വാസം വീണ്ടും ദൃഢമാകുകയാണ് ഉണ്ടായത്. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ജൽസയിൽ പങ്കെടുക്കാൻ അവസരം തന്നത് അള്ളാഹുവിൻ്റെ വരദാനവും അതുപോലെ തന്നെ ഒരു അത്ഭുത ദൃഷ്ടാന്തവുമായി ഞാൻ കണക്കാക്കുന്നു. പറയുന്നു, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ജൽസയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ തായ്വാൻകാരാകുന്നു. ഞങ്ങളുടെ നാട്ടുകാരോട് അഹമ്മദി ജമാഅത്ത് വളരെ സമാധാനപൂർണമായും സുസജ്ജവും അതുപോലെ ധാർമ്മിക ഉത്കർഷതയും കൂടി പ്രവർത്തിച്ചു പോരുന്ന ജമാഅത്താണെന്ന് ഞങ്ങൾ പറയുന്നതാണ്. അടുത്ത വർഷം കൂടുതൽ അതിഥികളെ ജൽസയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ആഹ്വാനം ചെയ്യുന്നതുമാണ്. കാനഡയിൽ നിന്നും വന്നിട്ടുള്ള യാസീൻ അഹമ്മദ് സാഹിബ്
ഇറാനിയൻ വംശജനാണെന്നാണ് എനിക്ക് തോന്നുന്നത്, വന്നിട്ടുണ്ടായിരുന്നു. ഫിലോസഫിയിൽ PhD എടുത്തിട്ടുണ്ട്, പത്രപ്രവർത്തനവുമാണ്. പറയുന്നു, ഞാൻ അഹമ്മദിയ ജൽസ സാലാനയെ മതപരമായ നിലയിൽ വളരെ യുക്തിസഹവും ഭൗതികവുമായ മഹത്തായ ഒന്നായിട്ടാണ് കാണുന്നത്. ജൽസ സാലാനയുടെ ആത്മാവ് മുസ്ലിങ്ങൾക്കിടയിൽ സമത്വത്തിൻ്റെ അടയാളങ്ങളാൽ സമ്മിളിതമായിരുന്നു. ജൽസയിൽ പങ്കെടുത്തതു മുതൽ, ആദ്യ നിമിഷം മുതൽ മുസ്ലിങ്ങളിൽ ഉള്ള വരണ്ട, ശുഷ്കമായ, തീരെ ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത മതപരമായ വ്യാഖ്യാനങ്ങളിൽ നിന്നും മാറി ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരോട് സഹാനുഭൂതി കാണിക്കാനുള്ള ഒരു മേഖലയിലേക്ക് തിരിച്ചു വരണമെന്ന് എനിക്ക് ജൽസയിൽ പങ്കെടുത്ത മുതൽ തോന്നുകയുണ്ടായി. അത് അഹമ്മദിയ ജമാത്തിനെ കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത്. അഹമ്മദികളുടെ പ്രൗഢിയും ക്ഷമയും സഹിഷ്ണുതയും ഇസ്ലാമിക അധ്യാപനങ്ങളുടെ സമത്വ ദർശനവും നൂറ്റാണ്ടുകളായുള്ള മതപരമായ രക്തച്ചൊരിച്ചിലിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കു ശേഷം ദൈവിക നിർദ്ദേശങ്ങൾക്ക് കീഴിൽ ഒരു സമാധാനപൂർണമായ ജീവിതത്തിനുള്ള സുവാർത്തയാണ് നൽകുന്നത്. അഹമ്മദിയ അധ്യാപനങ്ങൾ നവീന സംസ്കൃതിയുമായി ലയിച്ചു ചേരുന്നത് ഇവരുടെ സുന്ദരമായ അധ്യാപനങ്ങളുടെ ഒരു ഭാഗമായിരുന്നു. അത് വളരെ പ്രകടമായിരുന്നു. അഹമ്മദിയ വീക്ഷണങ്ങൾ കൂടുതൽ പ്രൗഢമായും വേഗത്തിലും മുസ്ലിങ്ങൾക്കും ലോകത്തിലെ വിവിധ ആളുകൾക്കും ജനതകൾക്കും ഇടയിൽ പ്രചരിക്കുമെന്നും അങ്ങനെ എല്ലാവരും സന്തോഷപ്രദമായ വിജയശ്രീലളിതമായ ജീവിതം അനുഭവിക്കാൻ ഇടവരുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു. ബെലീസിൽ നിന്നും വന്ന അതിഥി റൊണാൾഡ് ഹൈഡ് സാഹിബ് പറയുന്നു, ബയ്യത്ത് വേളയിലുണ്ടായ വികാരങ്ങൾ വിവരണാതീതമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഭൗതിക ചിന്തകൾക്കപ്പുറം ഉച്ചത്തിൽ വിലപിക്കുന്നുണ്ടായിരുന്നു, കരയുന്നുണ്ടായിരുന്നു, പാപപ്രതിക്ക് വേണ്ടി അർത്ഥിക്കുന്നുണ്ടായിരുന്നു. ബയ്യത്തിൻ്റെ ഈ അനുഭവം അദ്ദേഹത്തിൽ വളരെ ആഴത്തിലുള്ള സ്വാധീനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉളവാക്കിയത്. ഇത്രയും വലിയ സമ്മേളനത്തിൽ ജനസഞ്ചയത്തിൽ മദ്യവും സംഗീതവും ഒന്നും ഇല്ലാതെ നടത്തിപ്പ് കാണുന്നത് തീർച്ചയായും അത്ഭുതാവഹമാണ്. എല്ലാവരും ആത്മീയതയിൽ മുന്നേറാൻ ശ്രമിക്കുന്നു എന്നത് തീർച്ചയായും ശ്ലാഘനീയമാണ്. ഇത് തീർച്ചയായും ജീവിതം മാറ്റിമറിക്കുന്ന അനുഭവമായിരുന്നു. ഡ്യൂട്ടിക്കാരെ മാത്രമല്ല, പങ്കെടുക്കുന്നവരെ കാണുമ്പോഴും അത് ഒരു നിശബ്ദ തബ്ലീഗായി മാറുകയാണ്. ബൊലീവിയ മുബലിക് സിൽസില പറയുന്നു, കാർലോസ് ഹേഗൽ സാഹിബ് ഇപ്രാവശ്യം ജൽസയിൽ വന്നിരുന്നു. 3ാമത്തെ തവണയാണ് സന്ദർശിക്കുന്നത്. കുറച്ച് കാലമായി ഇസ്ലാമിക അധ്യാപനങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയായിരുന്നു. 1 മാസം മുമ്പ് ബയ്യത്ത് ചെയ്തിട്ടുമുണ്ടായിരുന്നു. ജൽസ സാലാനയിൽ ആഗോള ബയ്യത്തിൽ പങ്കെടുക്കാനുള്ള തൗഫീക്കും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. പറയുന്നു, ജൽസ സാലാന UK എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ആത്മീയ അനുഭവമാകുന്നു. എൻ്റെ മനസ്സും ആത്മാവും ആഗോള ബയ്യത്തിൽ പങ്കെടുത്ത ശേഷം ആത്മീയതയിൽ നിറഞ്ഞതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഞാൻ ഒരു യഥാർത്ഥ അഹമ്മദിയായി മാറിയിരിക്കുന്നു. ഒരു നവാഗത അഹമ്മദി എന്ന നിലയിൽ കാലത്തിൻ്റെ ഖലീഫ എന്നെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, നമസ്കാരം ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുക, അള്ളാഹുമായി സുദൃഢ ബന്ധം സ്ഥാപിക്കുക. അതുപോലെ ബൊളീവിയൻ ജമാത്തിലെ അഹമ്മദികളെ വിശുദ്ധ ഖുർആൻ പഠനത്തിലേക്ക് ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുക എന്ന് പറയണ്ടേ. പറയുന്നു, ഞാൻ ഈ കാര്യങ്ങൾ സ്വയം പ്രാവർത്തികമാക്കുന്നതും മറ്റുള്ളവരോട് ഉപദേശിക്കുന്നതുമാണ്. യൂറോഗേയിൽ നിന്ന് വന്ന ഒരു അനഹമ്മദി അതിഥി മേരിയ സോലിസ് ഫ്രാങ്കു സാഹിബ് പറയുന്നു, ജൽസ സാലാന എൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറത്തായിരുന്നു. പ്രധാനമായി അതിഥികളുടെ താമസം വളരെ മാതൃകാപരമായിരുന്നു. പ്രഭാഷണങ്ങൾ ആകർഷണീയമായിരുന്നു. ആദ്യത്തെ സെഷൻ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ലവ് ഫോർ ഓൾ ഹേറ്റഡ് ഫോർ നൺ എന്ന സന്ദേശം വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ മഹത്തായ കാര്യമാണ്. ഞാൻ പൊതുവിൽ സാഹോദര്യത്തിൻ്റെ ഒരു പരിമളമാണ് അനുഭവിച്ചത്. സംഘാടകരും നല്ല നിലയിൽ തങ്ങളുടെ ഭാഗതയും നിർവഹിച്ചു. ഒരു വലിയ പരിപാടി ആയിരുന്നിട്ട് പോലും എവിടെയും തിക്കും തിരക്കും കാണാൻ ഇടയായില്ല. നിയന്ത്രണ അതീതമായി മാറുന്നതും കണ്ടില്ല. കാറുകൾക്ക് ആസൂത്രിതമായ നിലയിൽ വഴികളും വ്യക്തമായ സംവിധാനങ്ങളും വിപുലമായ ലോജിസ്റ്റിക്സും ഉണ്ടായിരുന്നു. അത് പങ്കെടുത്ത എല്ലാവരെയും സംശയം വിന ഹഠാതാകർഷിക്കുകയുണ്ടായി. ജൽസയിൽ പങ്കെടുത്തത് എന്നിൽ നല്ല പ്രഭാവമാണ് ഉളവാക്കിയത്. ഏറ്റവും സ്മരണീയമായ മുഹൂർത്തം അഹമ്മദികളുടെ ശബ്ദം ഏറ്റുചൊല്ലുന്ന പുതുക്കുന്ന ഞായറാഴ്ച ഉണ്ടായ പ്രോഗ്രാമാണ്, അതായത് ബയ്യത്ത് സെറമണി. അവിടെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയും ശക്തമായ വിശ്വാസത്തിൻ്റെ വികാരം ഞാൻ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. എനിക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അത് പ്രോഗ്രാമുകൾക്കിടയിൽ അതിഥികൾക്ക് കൂടുതൽ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാകണം എന്നത് മാത്രമാണ്. അതുപോലെ അതിഥികളായെത്തുന്ന സ്ത്രീകളോട് ഹിജാബ് ഇടാൻ, തട്ടമിടാൻ നിർബന്ധിക്കരുത് എന്നതാണ്. അങ്ങനെ ഒരു
സമ്മർദ്ദവും ഇവിടെയില്ല. അവർക്കത് തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വളണ്ടിയർ സ്വന്തമായ നിലയിൽ പറഞ്ഞതായിരിക്കാം. പൊതുവിൽ നമ്മൾ അങ്ങനെ ഒന്നും നിർദ്ദേശം നൽകാറില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അവർ പറയുന്നു, ഹിജാബ്, മൂടുപടം അല്ലെങ്കിൽ തട്ടം ഉള്ളവർ സൗകര്യമുള്ളവർ അണിയുകയും സൗകര്യമില്ലാത്തവർ അണിയാതിരിക്കുകയുമാണ് വേണ്ടത് എന്ന് പറയുകയുണ്ടായി. പക്ഷെ ഞങ്ങൾ വസ്ത്രത്തെക്കുറിച്ച് പറയാറുള്ളത് വളരെ മാന്യമായ വസ്ത്രധാരണം ഉണ്ടാകണമെന്ന് മാത്രമാണ്. കോസ്റ്റോറിക്കയിൽ നിന്ന് വന്ന ഒരു അതിഥി സ്ത്രീ ലോറീന വീല പറയുന്നു, കോസ്റ്റോറിക്കയിൽ മുസ്ലിം വിഭാഗങ്ങളുമായി എനിക്ക് ഇടപെടേണ്ടി വരാറുണ്ട്. പക്ഷെ അവിടെ ഒന്നും സ്ത്രീകൾക്ക് പ്രത്യേകമായ പങ്കാളിത്തമൊന്നും കാണാൻ സാധിക്കാറില്ല. പുരുഷന്മാർ മാത്രമാണ് മതത്തെ കാണുന്നത്. അവർ പ്രത്യേക മതസ്ഥാനങ്ങളിൽ പുരുഷന്മാർ മാത്രമായിരിക്കും അവരോധിക്കപ്പെടുക. എന്നാൽ അഹമ്മദിയ ജമാഅത്തിൻ്റെ ജൽസ സാലയിൽ പങ്കെടുത്തപ്പോൾ അഹമ്മദിയ ജമാഅത്ത് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് തുല്യമായ സ്ഥാനം നൽകുന്നത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതവും അതോടൊപ്പം അതിയായ സന്തോഷവും തോന്നി. രണ്ടാം ദിവസം സ്ത്രീകളുടെ ജൽസകാലിൽ പോയപ്പോൾ സ്ത്രീകളുടെ അച്ചടക്കവും വൃത്തിയും വളരെ നല്ല നിലവാരത്തിലുള്ളതായി കാണപ്പെട്ടു. അഹമ്മദിയ ജമാഅത്ത് ലോകത്ത് ശാന്തി സമാധാനങ്ങൾ സ്ഥാപിക്കാനും ഇൻ്റർഫെയ്ത്ത് ഡയലോഗിനും, അതായത് വിവിധ മതങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിനും സംവാദത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് പറയുകയുണ്ടായി. ഇതൊക്കെ വെറും വാചക കസരത്ത് മാത്രമല്ലെന്നും പിന്നീടാണ് ബോധ്യമായത്. ജൽസയിൽ പങ്കെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ അനുഭവത്തിലൂടെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, ജമാഅത്ത് മറ്റുള്ളവരോട് പറയുന്നത് സ്വയം പ്രവർത്തിക്കുന്നവരും പാലിക്കുന്നവരുമാണ്. ജമാഅത്തിൻ്റെ വിശ്വാസാദർശങ്ങളും അതുപോലെ തന്നെ കർമ്മവും സമാനമാകുന്നു. ബറോണ്ടിയിൽ നിന്ന് വന്ന ഒരു അതിഥി ഹെറ്റും ഗിമാന എന്നു പേരുള്ള സാഹിബ് ബറോണ്ടിയിലെ സാമൂഹിക സമത്വത്തിൻ്റെയും മനുഷ്യാവകാശ കാര്യങ്ങളുടെയും മന്ത്രാലയത്തിൽ സെക്രട്ടറിയാണ്. തൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പറയുന്നു, എന്നെ വളരെ സ്നേഹോഷ്മളമായാണ് വിമാനത്താവളം മുതൽ താമസ സ്ഥലം വരെ സ്വീകരിച്ച് ആനയിച്ചത്. യുവ വളണ്ടിയർമാർ എനിക്ക് സ്വീകരണം നൽകി. തുടർച്ചയായി എനിക്ക് നല്ല അതിഥി സൽക്കാരമാണ് അനുഭവിക്കാനായത്. 3 ദിവസവും അഹമ്മദി ജമാഅത്ത് നിർലോഭമായ സ്നേഹത്തോടെ സുരക്ഷയും അതുപോലെ മത ജാതി വർണ്ണ വർഗത്തിനതീതമായി നൽകിയ ആതിഥേയത്വവും ഞാൻ എന്നും സ്മരിക്കുന്നതാണ്. എൻ്റെ വിശ്വാസം തികച്ചും വ്യത്യസ്തമായിട്ട് കൂടിയും നമ്മളെല്ലാവരും ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും പരസ്പരം സ്നേഹിക്കേണ്ടവരും ഒരേ ചോര ഉള്ളവരും സിരകളിൽ ഒരേ രക്തം ഓടുന്നവരുമാണ് എന്ന കാര്യമാണ്. ജൽസയിലെ പ്രഭാഷണങ്ങൾ ഇസ്ലാമിക അധ്യാപനങ്ങൾ കൊണ്ട് ഭരിതമായിരുന്നു, സമ്പന്നമായിരുന്നു. അത് അഹമ്മദിയ സമൂഹത്തിൻ്റെ വിശ്വാസത്തെ പറ്റിയുള്ള ചില ആളുകളുടെ തെറ്റായ വിവരണങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതും അവയ്ക്കുള്ള മറുപടിയുമാണ്. ലോകം മുഴുവനും ഉള്ള നിങ്ങളുടെ വിജയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ നിങ്ങൾ അത്യാവശ്യക്കാരായ ആളുകൾക്ക് ആവശ്യക്കാർക്ക് സേവനത്തിനുള്ള പദ്ധതികൾ ഉണ്ടാക്കി അവരുടെ സഹായത്തിന് തങ്ങളുടെ പങ്ക് നൽകുന്നു എന്ന് വളരെ വ്യക്തമാകുകയുണ്ടായി. ഞാൻ എൻ്റെ രാജ്യമായ ബറോണ്ടിയിൽ ഈ സേവനങ്ങൾക്ക് സാക്ഷ്യമാണ്. ജമാഅത്തിൻ്റെ സേവനങ്ങൾക്ക് ഇത്രയും വലിയൊരു കോൺഫറൻസ് ഒരു മനുഷ്യൻ്റെ മാത്രം പ്രവൃത്തിയല്ല, മാനുഷിക പ്രവൃത്തി മാത്രമല്ല, ഇത് ദൈവിക പ്രവൃത്തിയാകുന്നു. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവഹസ്തം ഉണ്ട്, ദൈവസഹായമുണ്ട് എന്നതിനുള്ള വളരെ വലിയ അടയാളമാകുന്നു ഇത്. അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഐസ്ലാൻഡിൽ നിന്ന് വന്ന ഒരു അനഹമ്മദി അതിഥി സുലൈമാൻ ബാ സാഹിബ്, അദ്ദേഹം ജന്മന ഗാംബിയനാണ്, പറയുന്നു, ജൽസയിൽ പങ്കെടുത്തപ്പോൾ ജമാഅത്തിനെ സംബന്ധിച്ചുള്ള അറിവ് വർദ്ധിക്കുകയുണ്ടായി. വിവിധ പ്രദർശനങ്ങൾ കണ്ടപ്പോൾ, എക്സിബിഷൻ കണ്ടപ്പോൾ ജമാഅത്ത് ലോകം മുഴുവനും എന്തൊക്കെയാണ് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വിജ്ഞാനം ആർജിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുകയുണ്ടായി. 43,000 ആളുകൾ പങ്കെടുത്തിട്ട് പോലും പർദ്ദയുടെ നിലവാരം നിലനിർത്തിയിരുന്നു എന്നത് എന്നെ ഏറെ സ്വാധീനിക്കുകയുണ്ടായി. പുരുഷന്മാരും സ്ത്രീകളും തന്നാങ്ങളുടെ ഇടങ്ങളിൽ പന്തലുകളിൽ പ്രവർത്തന നിരതരായിരുന്നു. ഞാൻ നിരവധി ഇസ്ലാമിക സമ്മേളനങ്ങളിലും പരിപാടികളിലും പങ്കെടുത്ത വ്യക്തിയാണ്. അവിടെ ഏതാനും ആയിരക്കണക്കിന് ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്നതും കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ജൽസയിൽ ഇത്ര വലിയ ജനസഞ്ചയം ഉണ്ടായിട്ട് പോലും പർദ്ദയുടെ പ്രത്യേകമായ സംവിധാനം ഉണ്ടായത് നിസ്സാര കാര്യമല്ല. നമ്മുടെ കർമ്മങ്ങളിലൂടെ ഉണ്ടായ ഈ കാര്യങ്ങളും ജനങ്ങൾക്കൊരു നിശബ്ദ തബ്ലീഗാകുന്നു. അതിൽ ജമാഅത്ത് അഭിനന്ദനം അറിയിക്കുന്നു. ജൽസയുടെ സംവിധാനങ്ങളെല്ലാം വളരെ ഉന്നതമായിരുന്നു. ആളുകൾ പരസ്പരം ബഹുമാനാദരം പെരുമാറിയിരുന്നു. വളണ്ടിയർമാർ സന്തോഷത്തോടെ ജോലികൾ നിർവഹിച്ചിരുന്നു. വളരെ സ്മൂത്തായുള്ള
പ്രവർത്തനങ്ങളായിരുന്നു നടന്നു പോയിരുന്നത്. ഇതെല്ലാം ഏതാനും ദിവസത്തെ തയ്യാറെടുപ്പിൻ്റെ ഫലമല്ല, മറിച്ച് ഒരു നീണ്ട കാലത്തെ തയ്യാറെടുപ്പ് ഇതിന് പിറകിലുണ്ടെന്ന് മനസ്സിലാകുന്നു. പറയുന്നത് ജാമ്യയിലായിരുന്നു എൻ്റെ താമസം ഒരുക്കിയിരുന്നത്. അവിടെ മാട്രസ് വിരിച്ചിട്ടുണ്ടായിരുന്നു. കിഴക്കിലായിരുന്നു ഞങ്ങൾ ഉറങ്ങിയിരുന്നത്. ഒരു വ്യത്യാസവും അവിടെ ആർക്കും ഇടയിൽ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ അതിഥികളോടും സമാനമായ നിലയിലായിരുന്നു പെരുമാറിയിരുന്നത്. സംവിധാനത്തിൽ മെച്ചം വരുത്താനായി, അഭിവൃദ്ധിപ്പെടുത്താനായി, സംഘാടന മികവിന് വേണ്ടി അദ്ദേഹം ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ജൽസഗായിൽ AC ഉണ്ടായിരുന്നിട്ടും ചൂട് അനുഭവപ്പെട്ടിരുന്നു. എയർ വെന്റിലേഷൻ കുറവായി തോന്നി. അതുകൊണ്ട് ഉറക്കം വന്നിരുന്നു. എനിക്ക് മാത്രമാണ് ഉറക്കം വന്നതെന്ന് ഞാൻ കരുതിയിരുന്നു. എന്നാൽ ഇടതും വലതും നോക്കിയപ്പോൾ പലരും മയക്കം തൂങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ ഉന്മേഷവാന്മാരായി എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയുള്ള കാറ്റിലുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അർജന്റൈൻ മൊബൈലിലേക്ക് എഴുതുന്നു. മാരീന പ്ലാസ സാഹിബ UK-യിൽ അർജന്റൈൻ അംബാസിഡറാണ്. അവർ ആദ്യമായിട്ടാണ് ജൽസയിൽ പങ്കെടുക്കുന്നത്. അവർ ജൽസയുടെ അന്തരീക്ഷത്തിലും പരിപാടികളിലും വളരെയധികം ആകൃഷ്ടയായി. അങ്ങനെ അവർ ജൽസയ്ക്ക് ശേഷം തൻ്റെ എംബസിയിൽ ഒരു പ്രത്യേകമായ വിരുന്നൊരുക്കുകയുണ്ടായി. അതിൽ അവർ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ജൽസയിൽ പങ്കെടുത്ത അനഹമ്മദി അതിഥികളെയും ക്ഷണിച്ചിരുന്നു. ഈ പ്രത്യേക വിരുന്നിൽ അർജന്റൈൻ അംബാസിഡർ ഇപ്രകാരം അഭിസംബോധന ചെയ്തു: അഹമ്മദിയ ജമാഅത്തിൻ്റെ ജൽസയിൽ പങ്കെടുത്ത അനഹമ്മദികളായ സർക്കാർ അതിഥികൾക്ക് ഞാൻ പ്രത്യേകമായ നിലയിൽ നന്ദി അറിയിക്കുന്നു. അവർ അഹമ്മദിയ ജമാഅത്തിൻ്റെ സന്ദേശം പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഭാഗവാക്കായി തങ്ങളുടെ ബാധ്യതയെ നിർവഹിച്ചു. പൊതുവിൽ മതസംഘടനകൾ ഡിപ്ലോമാറ്റ്സിനെയും രാഷ്ട്രീയക്കാരെയും സ്പെഷ്യലായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള എക്സ്റ്റേണൽ പ്രോഗ്രാമുകളിലേക്ക് മാത്രമാണ് ക്ഷണിക്കാറുള്ളത്. അങ്ങനെ പരിപാടിയുടെ പ്രത്യേക ചടങ്ങിലേക്ക് മാത്രമാണ് അവർ ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞയക്കുന്നത്. എന്നാൽ അതിന് വിപരീതമായി അഹമ്മദിയ ജമാഅത്ത് നമ്മൾ അനഹമ്മദി അതിഥികളിൽ നിന്നും ഒരു കാര്യവും മറച്ചു വെച്ചില്ല എന്നത് വളരെ അസാധാരണവും ശ്ലാഘനീയവുമാകുന്നു. അതായത് ഇതിൽ നിന്ന് വ്യക്തമാകും നിങ്ങൾക്ക് രഹസ്യമായ അജണ്ടകളൊന്നുമില്ല. നിങ്ങളുടെ എല്ലാ അധ്യാപനങ്ങളും വളരെ തുറന്ന നിലയിലുള്ളതാണ്, പരസ്യമായ നിലയിലുള്ളതാണ്. നിങ്ങൾ അന്യർക്ക് മുന്നിൽ സമർപ്പിക്കുന്ന പാഠങ്ങളും നിങ്ങൾക്ക് ഉള്ളിലുള്ള വിശ്വാസാദർശങ്ങളും അജണ്ടയും പരസ്പര പൂരകമായി അനുഭവപ്പെട്ടു. ബ്രസീലിൽ നിന്നും ഒരു പത്രാധിപൻ ഡോക്കിലേനി സാഹിബ് പങ്കെടുത്തിരുന്നു. എല്ലാവരും ഒരു വനിതയാണ്, സാഹിബയാണ്. പറയുന്നു: ഞാൻ ഈ മഹത്തായ സമ്മേളനത്തിൽ എല്ലാ നിലയ്ക്കും ആകൃഷ്ടയായി. പ്രത്യേകിച്ചും ഇതിൻ്റെ സ്ട്രക്ചറും അതുപോലെ വിവിധ രാജ്യങ്ങളിലുള്ള ഒരുപാട് ആളുകളുടെ പരസ്പര സ്നേഹവും ജൽസയെ എല്ലാ നിലയ്ക്കും വിജയപ്രദമാക്കാനുള്ള സംവിധാനങ്ങളുമെല്ലാം അത്യന്തം ശ്ലാഘനീയമാണ്. സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അന്തരീക്ഷത്തിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അഹമ്മദിയ ജമാഅത്തിൻ്റെ ഇമാമിൻ്റെ യുക്തിസഹമായ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുകയുണ്ടായി. എൻ്റെ ബുദ്ധിയെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിശാലമാക്കുകയുണ്ടായി. ഖലീഫയുടെ വാക്കുകൾ കേവലം ബാഹ്യമായ വാക്കുകൾ മാത്രമായിരുന്നില്ല, മറിച്ച് ഹൃദയാത്മനയുള്ള വാക്കുകളായി അനുഭവപ്പെടുകയുണ്ടായി. ഈ ജൽസയിൽ സ്നേഹവും ആദരവും എല്ലാ നിമിഷവും അനുഭവിക്കാൻ സാധ്യമായി. വളണ്ടിയർമാരുടെ ഹൃദയാത്മനയുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും ഹൃദയത്തിൽ സ്വാധീനമുളവാക്കുന്ന ശ്ലാഘനീയമായ കാര്യമാണ്. ബ്രസീലിൽ നിന്നും തന്നെയുള്ള മറ്റൊരു പത്രപ്രവർത്തകൻ പറയുന്നു: വളരെ അസാധാരണമായ ജൽസയായിരുന്നു. എൻ്റെ മനസ്സിൽ അഹമ്മദിയ ജമാഅത്തിനോടുണ്ടായിരുന്ന ആദരവും ഗുണകാംക്ഷയ്ക്കുള്ള ത്വരയും ജൽസയ്ക്ക് ശേഷം വളരെയേറെ വർദ്ധിച്ചിരുന്നു. വളണ്ടിയർമാർ തങ്ങളുടെ സമയവും വാഹനവും സേവനവും അതിഥികൾക്ക് വേണ്ടി മാറ്റിവെച്ചത് കണ്ടപ്പോൾ അവരുടെ നിർലോഭ സേവനം എൻ്റെ മനസ്സിനെ ഏറെ ആകർഷിക്കുകയുണ്ടായി. ഇത് ഏറെ നല്ല കാര്യമാകുന്നു. ഇറ്റലിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറൻസിലെ ഇൻ്റർഫെയ്ത്ത് ഡയലോഗ്സിൻ്റെ പ്രൊഫസർ റോബോട്ടോ കാറ്റാലോനോ സാഹിബ് ജൽസയ്ക്ക് പങ്കെടുത്തിരുന്നു. പറയുന്നു: ഞാൻ ഈ പരിപാടി കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയി. ഈ ജൽസയിൽ ലോകം മുഴുവനുമുള്ള സമൂഹങ്ങളിലെ ആയിരക്കണക്കിന് പ്രതിനിധികൾ ഒത്തുകൂടിയിരുന്നു. അത് അഹമ്മദിയ ജമാഅത്തിൻ്റെ ശ്ലാഘനീയമായ ഐക്യത്തെയാണ് പ്രകടിപ്പിക്കുന്നത്. ജൽസയിൽ ഒരു ആത്മീയ അന്തരീക്ഷവും അനുഭവപ്പെടുകയുണ്ടായി. അഹമ്മദിയ ജമാഅത്തിൻ്റെ ഇമാം സംസാരിക്കുമ്പോൾ ശ്രോതാക്കളുടെ പരിപൂർണ നിശബ്ദതയും ശ്രദ്ധയും അത്ഭുതപരതന്ത്രമായിരുന്നു. അത് വളരെ ഗഹനമായ ആത്മീയ അന്തരീക്ഷം സംജാതമാക്കിയിരുന്നു. വളണ്ടിയർമാരുടെ അധ്വാനപൂർണമായ പ്രയത്നം വളരെ ശ്ലാഘനീയമായിരുന്നു. കുട്ടികളടക്കമുള്ള എല്ലാ സന്നദ്ധ പ്രവർത്തകരും വളരെയധികം താല്പര്യത്തോടെ ആവേശത്തോടെ പ്രവർത്തിച്ചിരുന്നു. ജൽസയിലെ ഏറെ സ്മരണീയമായ നിമിഷങ്ങൾ ആഗോള ബയത്തിൻ്റെതാണ്. അതിൽ കാലത്തിൻ്റെ ഖലീഫയുടെ കയ്യിൽ ബയത്ത് ചെയ്യുന്ന അവസരമായിരുന്നു. ഈ പരിശുദ്ധവും പ്രൗഢവുമായ പ്രോഗ്രാം 40,000 ആളുകളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു സംഭവമായിരുന്നു. അത് ഇവരുടെ
ഐക്യപൂർണമായ സംഘടിതമായ വിശ്വാസത്തിനും പ്രതിബദ്ധതയ്ക്കുമുള്ള പ്രബലമായ തെളിവാകുന്നു. പറയുന്നു, പ്രത്യേകിച്ചും പാകിസ്ഥാനിൽ ജമാഅത്തിനുമേലുള്ള അക്രമങ്ങളെയും അവർക്കെതിരെയുള്ള കുൽസിത പ്രവർത്തനങ്ങളെയും പറ്റി എൻ്റെ അറിവിൽ വർധനവുണ്ടായി. ഇത്രയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടും വിദ്വേഷം പ്രകടിപ്പിക്കാതെയുള്ള സമീപനം എന്നെ ഏറെ ആകർഷിക്കുകയുണ്ടായി. അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ശരിയായ സാക്ഷ്യം നൽകുന്നതാണ്. റോഡിങ്സ് ഐലൻഡ്സിൽ നിന്നുമുള്ള വിമൻ അഫെയർസ് ആൻഡ് ഫാമിലി വെൽഫെയർ കമ്മീഷണർ അഗാഥ മാരി സാഹിബ പറയുന്നു, 100-ലധികം രാജ്യങ്ങളിലെയും വിവിധ ജനതകളിലെയും ആളുകൾ പങ്കെടുക്കുന്ന ഇത്ര വലിയ ജൽസ സമ്മേളനം ആദ്യമായിട്ടാണ് ഞാൻ അതിൽ പങ്കെടുക്കുന്നത്. ഏറെക്കുറെ 44,000 ആളുകൾ പങ്കെടുത്ത ജൽസ എന്നെ സംബന്ധിച്ചിടത്തോളം റോഡിങ്സ് ദ്വീപിലെ മുഴുവൻ ആളുകളും പങ്കെടുത്തതുപോലെയാണ്. ജൽസയിൽ പങ്കെടുത്തവർ അച്ചടക്കത്തോടെ ഇരിക്കുന്നത് എൻ്റെ ഹൃദയത്തെ അലിയിച്ചു കളഞ്ഞു. എല്ലാവരും പുഞ്ചിരിയോടെയും പരസ്പരം സലാം ചൊല്ലിക്കൊണ്ടും ഇരുന്നത് വളരെ ശ്ലാഘനീയമാണ്. ഖലീഫയുടെ രചനകളോടുള്ള പ്രഭാഷണവും എന്നെ ഏറെ അർത്ഥവത്തായിരുന്നു. അഹമ്മദി മുസ്ലിം ജമാഅത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എത്രത്തോളമുണ്ട്, അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് ഇവിടെ വന്ന് ബോധ്യമായി. ഈ പ്രഭാഷണം എൻ്റെ പോളിസിയിലും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെയും നിരവധി മത പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ജൽസയിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എൻ്റെ ചുറ്റുവട്ടത്തുമുള്ള ആളുകളെയും വളരെ പോസിറ്റീവായി അത് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുമ്പും ഞാൻ പല മത സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ എപ്പോഴും എനിക്ക് ഹൃദയാത്മന തോന്നിയിരുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു ആത്മീയമായ ഘടകത്തിൻ്റെ കുറവ് എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ജൽസ ഈ സമ്മേളനം മുഖേന എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളെയും അകറ്റാൻ അത് പര്യാപ്തമായി എനിക്ക് തോന്നി. ആത്മീയ ന്യൂനതകളെ പറ്റിയും ഇവിടെ നല്ല അന്തരീക്ഷം ലഭിച്ചുവെന്ന് പലരും ഏറ്റുപറയുന്നുണ്ട്. ജേമ ആൻഡർസൺ വാസ് സാഹിബ പറയുന്നു, UNO ജനീവയിൽ താൻസാനിയയുടെ പ്രതിനിധിയാണ്. അവർ അംബാസഡറാണ്. പറയുന്നു, ഞാനിവിടെ സ്നേഹവും പുഞ്ചിരിയുമാണ് കണ്ടത്. ഈ ദിവസങ്ങളിൽ എവിടെയും വെറുപ്പ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്ത്രീകളുടെ സമ്മേളനം വളരെയേറെ വിജ്ഞേയവും ആകർഷണീയവുമായിരുന്നു. ജൽസയിൽ കണ്ട എക്സിബിഷനും വളരെ മനോഹരമായിരുന്നു. അവയിൽ ജമാഅത്തിൻ്റെ സ്ഥാപകരെയും അതുപോലെ മഹാത്മാക്കളെയും നല്ല രീതിയിൽ പരിചയപ്പെടുത്തുകയുണ്ടായി. അഹമ്മദിയ ജമാഅത്ത് നിരവധി ആളുകളുടെ ജീവിതങ്ങളെ നല്ല നിലയിൽ മാറ്റിമറിക്കുകയുണ്ടായി. അതിൽ എൻ്റെ പ്രിയ രാജ്യമായ തൻസാനിയും ഉൾപ്പെടും. ഈ ജൽസ സ്നേഹത്തോട് അതുപോലെ തന്നെ മനുഷ്യ കുലത്തോടുള്ള സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും ജീവിക്കാനുള്ള പാഠമാണ് നൽകുന്നത്. അതുപോലെ വിദ്വേഷമൊന്നും കൂടാതെ മനുഷ്യത്തെ വിലമതിക്കാനുള്ള ഒരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. സിറാലിയോണിൽ നിന്നുമുള്ള ഒരു അതിഥി ജസ്റ്റിസ് അമേസൻ സീസെ പറയുന്നു, ജൽസ സാലാനയുടെ 3 ദിവസവും സമാധാനത്തിൻ്റെയും ആത്മീയ പുരോഗതിയുടെയും ആഗോള ഐക്യത്തിൻ്റെയും ദിവസങ്ങളായിരുന്നു. ജൽസയുടെ സംവിധാനം വളരെ ഉന്നതമായിരുന്നു. വർണ്ണവർഗ വ്യത്യാസങ്ങൾ ഒന്നുമില്ലായിരുന്നു. എല്ലാവരും പരസ്പരം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും തങ്ങളുടെ നിശ്ചിത ജോലി നല്ലപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കുട്ടികളാണെങ്കിൽ പോലും അങ്ങനെയായിരുന്നു. അത് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. കൈകാര്യകർത്താക്കളായ പ്രഭാഷകർ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ വളരെ ഉൾക്കാഴ്ചയുള്ള ആകർഷകമായ സന്ദേശങ്ങളാണ് നൽകിയത്. അത് ഹൃദയങ്ങളെ സ്വാധീനിക്കുന്നതായിരുന്നു. എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഇടം പിടിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ചും ശാന്തിയെയും ഐക്യത്തെയും പരസ്പര ധാരണയെയും സംബന്ധിച്ചുള്ള പാഠങ്ങൾ എന്നെ ഏറെ ആകർഷിക്കുകയുണ്ടായി. നിരവധി പരിപാടികളും പ്രദർശനങ്ങളും ജൽസയെ ആകർഷണീയമാക്കി. വിദ്യാഭ്യാസ എക്സിബിഷൻ നല്ലതായിരുന്നു. അതുപോലെ തന്നെ അവയൊക്കെ തന്നെ ചരിത്രപരവും സാംസ്കാരികവുമായ തെളിവുകൾ നൽകുന്നതായിരുന്നു. പറയുന്നു, വിവിധ പശ്ചാത്തലങ്ങളുമായി ബന്ധമുള്ള ആളുകളെയും എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. അവരോട് സംസാരിക്കാനും ഒരുപാട് അവസരം ലഭിച്ചു. അതിലൂടെ ഐക്യത്തിനും സാഹോദര്യത്തിനുമുള്ള പ്രോത്സാഹനം എനിക്ക് കിട്ടി. അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ കീ സ്പീച്ചും താക്കോൽ സ്ഥാനമുള്ള പദമായ പ്രഭാഷണം, മുഖ്യ പ്രഭാഷണവും അഹമ്മദിയ ജമാഅത്തിൻ്റെ മനുഷ്യത്വത്തോടുള്ള സഹാനുഭൂതിക്കും സേവനത്തിനുമുള്ള പ്രാധാന്യത്തെ പറ്റിയുള്ള വെളിച്ചം വീശിയ പ്രഭാഷണമായിരുന്നു. സോഷ്യൽ മീഡിയയുടെയും ഇലക്ട്രോണിക് നെറ്റ്വർക്കുകളുടെയും ഇടയിൽ തങ്ങളുടെ മക്കളെ കുറിച്ചുള്ള മാതാപിതാക്കളുടെ അവയുടെ പരിശീലനം അതുപോലെ തന്നെ സുശിക്ഷണം സംബന്ധിച്ച ഉത്തരവാദിത്വങ്ങൾ അതിൽ പറയപ്പെടുകയുണ്ടായി. കുട്ടികളുണ്ടാകുന്ന തെറ്റായ പ്രഭാവങ്ങളെയും പറ്റി ഊന്നിപ്പറഞ്ഞത് ഞങ്ങളുടെ ഇടയിലുള്ള മാതാപിതാക്കൾക്കും വഴിവിളക്കും ഏറെ പ്രഭാവമുളവാക്കുന്നതുമാണ്. ജൽസ സാലാനയിലെ സംവിധാനങ്ങളും പ്രഭാഷണങ്ങളും ജമാഅത്തിൻ്റെ സേവനങ്ങളും എൻ്റെ പ്രതീക്ഷകളെക്കാളും എത്രയോ അപ്പുറമായിരുന്നു. കാസിഖ്സ്ഥാനിൽ നിന്നും വന്ന അതിഥി ഗുൽസൈറാൻ അങ്കാലി സാഹിബ പറയുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ജൽസയിൽ പങ്കെടുക്കുന്നത്. ഒരു മുൻ പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ
ഇത്രയും വലിയ സംവിധാനത്തിന് എത്രത്തോളം ചെലവ് വരുമെന്നും അതിൻ്റെ ഉന്നത നിലവാരത്തിലുള്ള സംഘാടനത്തിനും പ്ലാനിങ്ങിനും എത്ര ആളുകളുടെ നിരന്തരം അധ്വാനം വേണമെന്നും എനിക്കറിയാം. എല്ലാ വളണ്ടിയർമാരും എല്ലാ വിഭാഗത്തിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയുമായിരുന്നു പ്രവർത്തിച്ചത് എന്ന കാര്യം എന്നെ ആകർഷിക്കേണ്ടത്. ഓരോ വളണ്ടിയറും കഠിനമായി പ്രവർത്തിക്കുന്നുണ്ടായിട്ടും അതിഥികളോട് വളരെ സ്നേഹാദര ഭാവനയോടെയായിരുന്നു പെരുമാറിയിരുന്നത്. പക്ഷേ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഖലീഫയുടെ പ്രഭാഷണങ്ങളാണ്. അതിൽ പ്രത്യക്ഷത്തിൽ ദൈനംദിന ജീവിതത്തിൽ പ്രയോജനകരമായ ധാർമ്മിക പാഠങ്ങളാണ് ഉള്ളതെങ്കിലും അതിന് പിന്നിൽ വളരെ ഗഹനമായ വിഷയങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം സോഷ്യൽ മീഡിയയുടെ ദുഷ്പ്രവണതകളിൽ നിന്ന് മക്കളെ രക്ഷിക്കാൻ പറഞ്ഞ വ്യക്തമായ നിർദ്ദേശങ്ങളാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. അതിൽ നിന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഞാൻ എൻ്റെ പേരക്കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കും, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നമ്മുടെ ധാർമ്മികത ഒരിക്കലും കൈമോശം വരുത്താൻ അനുവദിക്കരുത് എന്ന് പറയും. വളരെയധികം പ്രഭാവിതയായി അവർ മാറി. എത്രത്തോളം എന്നാൽ പറയുന്നു, ബെലീസിൽ നിന്ന് തൻ്റെ പ്രദേശത്തു നിന്നും ഞാനൊരു അതിഥിയായിട്ടാണ് വന്നത്. എന്നാൽ ഞാൻ ജമാത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും, കാരണം ഇവിടെ കേട്ട കാര്യങ്ങൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ബെലീസിൽ നിന്ന് വന്ന അതിഥി കാഷ് സംഗോഫ സാഹിബ് പറയുന്നു, അഹമ്മദിയത്ത് യഥാർത്ഥ ഇസ്ലാം അല്ലെന്ന് ആർക്ക് പറയാനാകും? എൻ്റെ എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഇവിടെ കിട്ടുകയുണ്ടായി. അഹമ്മദിയ ജമാഅത്ത് എത്രമാത്രം ഹദരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് ഇവിടെ വന്ന് കാണാൻ സാധിച്ചു. അഹമ്മദിയത്ത് വളരെ ശക്തമായ ഒരു വൃക്ഷമാകുന്നു, പടവൃക്ഷമാകുന്നു. അതിന് നിരവധി ഫലദായകമായ ശാഖകളുണ്ട്. സ്പെയിനിൽ നിന്നുള്ള അതിഥി മാലിയ യൂണിവേഴ്സിറ്റി ഓഫ് കുർത്തുബയിൽ നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. സ്ത്രീയാണ് അവർ വന്നിട്ടുള്ളത്. അവർ എഴുതുന്നു, സൈക്കോളജി പ്രൊഫസർ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാൻ നല്ലപോലെ താല്പര്യപ്പെട്ടിരുന്നു. ഞാൻ സന്ദർഭം മുതലാക്കി ഈ നിമിഷങ്ങളെല്ലാം ഞാൻ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അവയെ മസ്തിഷ്കത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ്. അതെല്ലാം എൻ്റെ സ്മരണയുടെ ഭാഗമായി മാറുന്നതാണ്, സ്മൃതി പദത്തിൽ അലിഞ്ഞു ചേരുന്നതാണ്. അതെല്ലാം ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുന്നതാണ്. എനിക്ക് ഈ ജൽസയുടെ വൈപുല്യവും ഓരോ കോണിൽ നിന്നും ഉണ്ടായ ശാന്തിയുടെയും സമത്വത്തിൻ്റെയും അനുഭൂതിയും വളരെ ആകൃഷ്ടമായി തോന്നി. കൊസോവോ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് പ്രൊഫസർ ആർബെക് സെക്കറാജ് എന്നാണ് പേര് പറയുന്നു. ആദ്യമായിട്ടാണ് ഞാൻ UK ജൽസയിൽ പങ്കെടുക്കുന്നത്. ഖലീഫയുടെ പ്രഭാഷണത്തിന് ശേഷം അന്തരീക്ഷം മുഴുവൻ നന്നായതുപോലെ എനിക്ക് തോന്നി. വളണ്ടിയർമാരുടെയും അതിഥികളുടെയും ഇടയിൽ പരസ്പരം സ്നേഹവികാരങ്ങളാണ് കാണപ്പെട്ടത്. പുഞ്ചിരി തൂകുന്ന മുഖങ്ങളും പരസ്പരം അസ്സലാമു അലൈക്കും ചൊല്ലിക്കൊണ്ടുള്ള അന്തരീക്ഷവും എല്ലാ ഭാഗത്തും കാണുന്നുണ്ടായിരുന്നു. ഇത്തരം അന്തരീക്ഷത്തെ സ്വർഗവുമായി ഉപമിക്കാവുന്നതാണ്. ഇത്രയും വലിയ ജനസഞ്ചയത്തിൽ ഇങ്ങനെയൊരു അന്തരീക്ഷം ഉണ്ടാക്കാമെങ്കിൽ ലോകം മുഴുവന് അത് സംജാതമാക്കാവുന്നതാണ്, സൃഷ്ടിക്കാവുന്നതാണ്. അത് അസാധ്യമായ കാര്യമല്ല. പക്ഷേ അഹമ്മദീയ ജമാഅത്തിന് മാത്രമേ ഈ കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും വളണ്ടിയർമാർ എന്തെങ്കിലും കാര്യത്തിൽ അവർക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ പോലും അതിഥികളുടെ സൗകര്യാർത്ഥം അവർ അതിനുള്ള പ്രതിവിധിയും ഉടൻ തന്നെ നിർദ്ദേശിക്കുന്നത് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കാര്യമാണ്. പറയുന്നു, ബയ്യത്ത് പ്രോഗ്രാം കണ്ടപ്പോൾ ഞാൻ കൂടുതൽ ആശ്ചര്യപ്പെട്ടു. വിവിധ സമൂഹങ്ങൾ ഒരു കയ്യിൽ ഒരുമിച്ച് കൂടുന്നത് കണ്ടു. അഥവാ ഒരേ മാലയിൽ കോർത്ത മുത്തുമണികളായി അവർ കാണപ്പെട്ടു. യൂറോഗയിൽ നിന്ന് വന്ന ഒരു അനഹമ്മദി വനിത പത്രപ്രവർത്തക പറയുന്നു, ജൽസയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് എനിക്ക് പല ആശങ്കകളും അതുപോലെ തന്നെ പല മുൻവിധികളും ഉണ്ടായിരുന്നു. യൂറോഗയിൽ എൻ്റെ പ്രൊജക്റ്റിന് വേണ്ടി ഇസ്ലാമിനെ അടുത്തറിയാൻ, പ്രത്യേകിച്ച് നിങ്ങളുടെ സമുദായം ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് ആവശ്യമായിരുന്നു. ആദ്യ ദിവസം ഖലീഫ അതിഥി സൽക്കാരത്തെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ചും ആകർഷണീയമായിരുന്നു. ഒരു അതിഥി എന്ന നിലയ്ക്ക് ഞങ്ങൾ അതിഥികൾ എന്തെങ്കിലും അന്തർദേശീയ സന്ദേശമായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ സന്ദേശം സ്വന്തം കമ്മ്യൂണിറ്റിയെ സംബോധന ചെയ്തുകൊണ്ടാണ് നൽകിയത്. ഞാൻ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും തുടർച്ചയായ സ്തുതികളുടെയും അന്തരീക്ഷത്തിൽ ഞാൻ വളരെയധികം സ്വസ്ഥത അനുഭവിക്കുകയുണ്ടായി. ഞാൻ അഹമ്മദീയ മുസ്ലിം കമ്മ്യൂണിറ്റിക്കുള്ളിൽ വിവിധ സംസ്കാരങ്ങളെപ്പറ്റി പലതും പഠിക്കുകയുണ്ടായി. അത് മുഖേന എൻ്റെ പല മുൻവിധികളും ഇല്ലാതായി. എനിക്ക് സ്ത്രീകളുടെ ഭാഗത്തു നിന്നും റെക്കോർഡ് ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അതിൽ അപകടമൊന്നും ഉള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവർ ഉദ്ദേശിക്കുന്നത് ഫോട്ടോ എടുക്കാനുള്ള അനുവാദമാണെങ്കിൽ അതിന് അനുമതി നൽകാത്തത് നന്നായി. അതല്ലാതെ ഇവർക്ക് റെക്കോർഡ് ചെയ്യാമായിരുന്നു. റെക്കോർഡിങ് പിന്നീടും ലഭിക്കുന്നതുമാണ്. ഏതായാലും അവിടെ നിന്ന് വന്നിട്ടുള്ള മൊറബി അവർക്ക് ഇക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ്. പറയുന്നു,
അനുമതി തന്നാൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾക്ക് രാജ്യത്ത് ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നല്ല മാറ്ററുകൾ അത് ആകുമായിരുന്നു, കിട്ടുമായിരുന്നു. ജൽസ സാനയിൽ പങ്കെടുത്തത് എൻ്റെ ജീവിതത്തിൽ പ്രത്യേക സ്വാധീനമുളവാക്കി. പുരുഷന്മാർ അള്ളാഹുവിൻ്റെ മുമ്പിൽ ദുആ ചെയ്യുന്ന സമയത്ത് പൊട്ടിക്കരയുന്നത് കണ്ടതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവിസ്മരണീയ മുഹൂർത്തങ്ങൾ. പത്രപ്രവർത്തകരുടെ പങ്കാളിത്തം കുറെ കൂടി കൂടുതലാക്കാം, നന്നാക്കാം. അങ്ങനെ ഈ ഇവൻ്റ് കുറെ കൂടി നല്ല കവറേജോടുകൂടി പുറത്തുവിടാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനങ്ങളും പ്രവർത്തന രീതികളെയും പറ്റി ലോകത്ത് കൂടുതൽ പ്രചരിപ്പിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. പോളണ്ടിൽ നിന്നും ഒരു വനിതാ അതിഥി ഇന പെത്രോസ്ക പങ്കെടുത്തിരുന്നു. കസ്റ്റംസ് പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. പറയുന്നു, ഞാൻ ദൈവത്തിൽ ഉറച്ച് വിശ്വാസിയായിരുന്നു, പക്ഷേ ഞാൻ എന്നെ ഒരു മതത്തിൻ്റെ ഭാഗമായി കണക്കാക്കിയിരുന്നില്ല. എൻ്റെ സഹപ്രവർത്തകയായ ഒരു അഹമ്മദി മുഖേനയാണ് ഞാൻ ജമാഅത്തിനെ കുറിച്ച് പരിചയപ്പെട്ടത്. സഹപ്രവർത്തകൻ മുഖേന അവർ ജമാഅത്തിൻ്റെ കാര്യത്തിൽ വളരെ അഭിമാനം കൊള്ളുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനെപ്പറ്റി മുമ്പ് മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നതായി ഞാൻ കണ്ടു. എനിക്കും അഹമ്മദി ജമാഅത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങളും അതുപോലെ വെബ്സൈറ്റ് ലിങ്കുകളും ലഭിക്കുകയുണ്ടായി. ഞാൻ കുറച്ച് പഠിച്ചതിന് ശേഷം UK ജൽസ സാലാനയിൽ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. ഞാൻ ജൽസയ്ക്ക് വേണ്ടി വസ്ത്രവും സ്കാർഫും ഒക്കെ വാങ്ങിയിരുന്നു. ഞാൻ ജൽസയ്ക്ക് വേണ്ടി പുറപ്പെട്ടപ്പോൾ എൻ്റെ വൈകാരികാവസ്ഥ വളരെ സമ്മിശ്രമായിരുന്നു. കുറച്ച് ഭയവും ആശങ്കയും ഉണ്ടായിരുന്നു. പിന്നെ പറയുന്നു, ജൽസഗായിൽ ആദ്യത്തെ ദിവസം ഏത് വഴിയിലൂടെയാണ് പോകേണ്ടതെന്ന് എനിക്ക് ഇവിടെ എത്തിയപ്പോൾ അറിയില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ചോദിക്കാതെ തന്നെ ഒരു പെൺകുട്ടി വന്ന് എന്നെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. എനിക്ക് ആശ്ചര്യം തോന്നി. ജൽസഗായിൽ എത്തിയപ്പോൾ എനിക്ക് ഒരു സുരക്ഷിത ബോധം ഉളവായി. ഇത്രയും വലിയ ജനസഞ്ചയത്തിൽ എനിക്ക് യാതൊരു അപരിചിതത്വവും തോന്നിയില്ല. ജൽസയിലെ പ്രഭാഷണങ്ങൾ, പ്രത്യേകിച്ചും ഖലീഫയുടെ പ്രഭാഷണങ്ങൾ ജമാഅത്തുമായുള്ള എൻ്റെ ബന്ധം സുദൃഢമാക്കി. ഏറെ സ്മരണീയമായ നിമിഷങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ലജ്നയോടുള്ള പ്രഭാഷണമായിരുന്നു. അതിൽ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, പരിപാലിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. പ്രഭാഷണ വേളയിൽ ഞാൻ എൻ്റെ മക്കളെ കുറിച്ച് ഓർത്തുപോയി. അതായത് ഖലീഫയുടെ പ്രഭാഷണത്തിൽ പറഞ്ഞ മൂല്യങ്ങളോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതും സ്മരണീയവുമാണെന്ന് ഞാൻ കരുതുന്നു. കൊസോവോ യൂണിവേഴ്സിറ്റി പ്രിഷ്ടീനയുടെ പ്രൊഫസർ തൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്നു. ആദ്യമായിട്ടാണ് ജൽസയിൽ പങ്കെടുക്കുന്നത്. എല്ലാ സ്ഥലത്തും എനിക്ക് സ്നേഹമാണ് കാണാൻ കഴിഞ്ഞത്. എൻ്റെ വീക്ഷണത്തിൽ ഈ ജൽസ വലിയ വിജയമായിരുന്നു. പ്രത്യേകിച്ചും എക്സിബിഷനുകൾ എടുത്തു പറയാവുന്നതാണ്. ഞങ്ങൾ കൊസോവയിൽ നിന്ന് വന്നവരാണ്. ലോകത്ത് മുഴുവനും ജമാഅത്ത് നേരിടുന്ന എതിർപ്പുകൾ കേട്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി. ഖലീഫയുടെ പ്രസംഗം അഹമ്മദിയ ജമാഅത്തിൻ്റെ യഥാർത്ഥ പാഠം എന്താണ് എന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതായിരുന്നു. എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് മുഖേന എനിക്ക് ലഭിച്ചു. ഞാൻ കൊസോവയിൽ പോയി അഹമ്മദിയ വിശ്വാസങ്ങൾക്ക് എതിരെ സംസാരിക്കുന്നവർക്ക് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. ഹോളണ്ടിൽ നിന്നുള്ള ഒരു അതിഥി മിസ്റ്റർ ചെക്വാൻ പറയുന്നു, അഹമ്മദിയ കമ്മ്യൂണിറ്റിയുടെ അതിഥി സൽക്കാരത്തിലും വളണ്ടിയർമാരുടെ സേവനത്തിലും ഞാൻ ഏറെ ആകർഷ്ടനാണ്. എല്ലാവരുടെയും സ്നേഹാദരവിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അഹമ്മദിയ ജമാഅത്തുമായുള്ള എൻ്റെ കൂടിക്കാഴ്ച, അഹമ്മദി ജമാഅത്തിൻ്റെ ഇമാമുമായുള്ള കൂടിക്കാഴ്ച വളരെ അനുഭവ സമ്പത്തുകളുള്ളതായിരുന്നു. അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുക മാത്രമല്ല, അഹമ്മദികളും അനഹമ്മദികളും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സമയം കണ്ടെത്തുകയും ചെയ്തു. അത് എന്നെ നല്ലപോലെ എനിക്ക് ഫലപ്രദമായി തോന്നി. ഇതെല്ലാം എൻ്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങുകയായിരുന്നു. ഒരു മടിയും കൂടാതെ അദ്ദേഹം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുകയും ഞങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യേണ്ടേ. ഏതാനും അഭിപ്രായ പ്രകടനങ്ങളാണ് ഞാനിവിടെ വിവരിച്ചത്, കുറച്ച് മാത്രം. ജൽസ മുഖേനയുള്ള ബയ്യത്തുകളുടെ റിപ്പോർട്ട് ഇപ്രകാരമാകുന്നു. ഗിനി ബസായിലുള്ള ഒരു ഗ്രാമപ്രമുഖൻ ജൽസയ്ക്ക് ശേഷം 85 ആളുകളോടൊപ്പം ബയ്യത്ത് ചെയ്തു. ജൽസ പരിപാടി കണ്ടതിന് ശേഷം തൻസാനിയയിലെ ഒരു ഗ്രാമത്തിലുള്ള മസ്ജിദ് ഇമാം ബയ്യത്ത് ചെയ്യുകയുണ്ടായി. നൈജറിൽ ഒരു മദ്രസ അധ്യാപിക ബയ്യത്ത് ചെയ്തു. കോങ്കോ ബ്രസീലിൽ ജൽസയ്ക്കിടയിൽ 12 ആളുകൾ ബയ്യത്ത് ചെയ്തു. ഗിനി ബസായിലുള്ള മൊബൈലിൽ എഴുതുന്നു, ഗിനി ബസായിലുള്ള സാരേക്കൂച്ച എന്ന സ്ഥലത്തുള്ള ഗ്രാമപ്രമുഖൻ കഠിന വിരോധിയായിരുന്നു. ജൽസ സാലാന കേൾക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹം വന്ന് ജൽസയും എൻ്റെ പ്രസംഗങ്ങളും കേൾക്കുകയുണ്ടായി. പ്രഭാഷണം കേട്ട ശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഖലീഫയും അഹമ്മദിയ ജമാഅത്തിൻ്റെ സ്ഥാപകരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധരായ പ്രേമികളാകുന്നു. അഹമ്മദിയ ജമാഅത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി അംഗീകരിക്കാത്തവരും സ്വന്തമായി ഒരു പുതിയ നബിയെ അംഗീകരിക്കുന്നവരുമാണെന്ന് ആയിരുന്നു ഞങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിരുന്നത്. എന്നാൽ നിങ്ങളുടെ ഇമാമിൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ ജമാഅത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധരായ
ജമാഅത്ത് ആണെന്ന് എനിക്ക് ബോധ്യമായി. അദ്ദേഹം 50 ആളുകളോടൊപ്പം അപ്പോൾ തന്നെ അഹമ്മദിയത്ത് സ്വീകരിക്കണ്ടേ, അതിന് ബൈഅത്ത് ചെയ്തതായി പ്രഖ്യാപിക്കണ്ടേ. എതിരാളിയായ വ്യക്തി ജൽസ കേട്ട ശേഷം ജമാഅത്തിൽ പ്രവേശിക്കണ്ടേ. അള്ളാഹു പാകിസ്ഥാനിലുള്ള മുല്ലാക്കൾക്കും ബുദ്ധി നൽകിയെങ്കിൽ എത്ര നന്നായേനെ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാട്ടെ. തൻസാനിയയിലെ ഗ്രാമമായ അബുജായിലുള്ള മസ്ജിദ് ഇമാം പറയുന്നു, ഞാൻ MTA മുഖേന ജൽസ സാലാന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അത്ഭുതം കൂറി. ഈ ദൃശ്യങ്ങൾ ഏറെ ആകർഷണീയമായിരുന്നു. ബൈഅത്തിനിടയിൽ വളരെ വൈകാരിക നിമിഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഇമാമിന് പിന്നിൽ ഓരോ വ്യക്തികളും ബൈഅത്ത് വചനങ്ങൾ ഉരുവിടുന്നതും ദുആ ചെയ്യുന്നതും എന്നെ ആശ്ചര്യപ്പെടുത്തി. ഈ ദൃശ്യങ്ങൾ എന്നെ ആകെ മാറ്റിമറിക്കേണ്ടായി. അത് ആഴത്തിൽ പ്രഭാവമുണ്ടാക്കുകയും ചെയ്തു. ഞാൻ ജീവിതകാലം മുഴുവൻ അഹമ്മദി ജമാഅത്തിന്റെ ഭാഗമായിരിക്കുന്നതാണ്. ഞാൻ ഒരു സുന്നി മസ്ജിദിൽ ഇമാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ഹൃദയാത്മന അഹമ്മദിയാകുന്നു, പൂർണ്ണമായും മാറിയിരിക്കുന്നു. UK തബ്ലീഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം ജൽസയ്ക്കിടയിൽ UK-യുമായി ബന്ധപ്പെട്ട് 22 പേർക്ക് ബൈഅത്ത് ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കുകയുണ്ടായി. അതിൽ 2 ബ്രിട്ടീഷുകാരും 2 നൈജീരിയക്കാരും 11 പാകിസ്ഥാനികളും 1 റൊമാനിയക്കാരനും 5 അറബികളും 1 ബംഗാളിയും ഉൾപ്പെടുന്നു. ജൽസയിൽ ഏകദേശം 1000-നടുത്ത അനഹമ്മദി അതിഥികൾ പങ്കെടുത്തു. ജൽസയ്ക്കിടയിൽ വിവിധ തബ്ലീഗ് സെഷൻസ് നടത്തുകയും അവരുടെ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങൾക്ക് ഒരു വേദി സംഘടിപ്പിക്കുകയും ചെയ്തു. അതിൽ പലരും തങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കുകയുണ്ടായി. MT ആഫ്രിക്കയ്ക്ക് കീഴിൽ 14-ലധികം നാഷണൽ TV ചാനലുകൾ എൻ്റെ പ്രഭാഷണങ്ങൾ സംപ്രേഷണം ചെയ്തു. ആഗോള ബൈഅത്തും ലൈവ് സംപ്രേഷണം ചെയ്തിരുന്നു. അത് അനേകം മില്യൺ ആളുകൾ കാണുകയുണ്ടായി. ആഫ്രിക്കയിൽ പുതുതായി ചേർന്ന ചാനലുകൾ മലാവിയിലെ നാഷണൽ TV ചാനൽ, ബെനിൽ കനാൽ പ്ലസ് TV ചാനൽ, ഗാംബിയ, ഗാന, ഉഗാണ്ട, ലൈബീരിയ, സിറാലിയോൺ സർക്കാർ ചാനലുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഏകദേശം 30 മില്യണിലധികം ആളുകൾ ഈ ചാനൽ കാണുന്നവരാണ്. 14 വ്യത്യസ്ത TV മാധ്യമ പ്രവർത്തകർ ജൽസയിൽ പങ്കെടുത്തു. 57 വാർത്തകൾ നൽകി. ഈ വാർത്തകൾ 55 മില്യണിലധികം ആളുകളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. സെനഗലിൽ ജൽസ കേൾക്കാൻ മിഷൻ ഹൗസിൽ സംവിധാനം ഉണ്ടായിരുന്നു. കോളേജിൽ ഖുറാൻ, ഹദീസ്, ഫിഖ, കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു ലെക്ചറും ഒരു മസ്ജിദ് ഇമാമായ ഒരു വ്യക്തി ജൽസ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന് വളരെ സൗഭാഗ്യവാനായി സ്വയം കണക്കാക്കുന്നു. ഇന്ന് എനിക്ക് ഇമാം മഹദിയുടെ ഖലീഫയെ നേരിട്ട് ശ്രവിക്കാനും കാണാനും അവസരം ലഭിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് എനിക്ക് അഹമ്മദിയത്തിനെ പറ്റി പല സന്ദേഹങ്ങളും ഉണ്ടായിരുന്നു. അഹമ്മദികൾ നൗസുബില്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിൽ കുറവ് വരുത്തുന്ന പ്രവാചക നിന്ദ ആണ് പറയപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഖലീഫയുടെ പ്രസംഗങ്ങൾ എൻ്റെ എല്ലാ സംശയങ്ങളും അകറ്റിയിരിക്കുന്നു. ഇന്നത്തെ പ്രസംഗങ്ങൾ കേട്ട ശേഷം ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുന്ന അഹമ്മദിയ ജമാഅത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തസ്സിന് യാതൊരു നിന്ദാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത, പ്രവാചക നിന്ദ ചെയ്യാത്തവരാണ്. മറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറെ ആത്മാർത്ഥതയും സ്നേഹമുള്ളവരും ലോകത്ത് മുഴുവനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാനുള്ള പാഠങ്ങൾ നൽകുന്നവരുമാണ്. ഓൺലൈൻ കവറേജിനെ പറ്റിയുള്ള റിപ്പോർട്ട്സ് ഇപ്രകാരമാണ്. കഴിഞ്ഞ വർഷം അതിൻ്റെ എണ്ണം 40 ആയിരുന്നു. ഈ വർഷം 50 വെബ്സൈറ്റുകൾ ഉണ്ടായിരുന്നു. അത് സന്ദർശിക്കുന്നവരുടെ എണ്ണം 15 മില്യൺ ആണ്, 15 ദശലക്ഷമാണ്. പ്രിന്റ് കവറേജിനെ കുറിച്ചുള്ള റിപ്പോർട്ട്. ആർട്ടിക്കിൾസ്, ലേഖനങ്ങൾ 14 എണ്ണം. ഇത് പ്രസിദ്ധീകരിച്ച പത്രങ്ങൾ വായിക്കുന്നവരുടെ എണ്ണം, അനുവാചകരുടെ എണ്ണം 5 മില്യൺ ആണ്, 5 ദശലക്ഷമാണ്. TV, റേഡിയോ മുഖേന 19 റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു. അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം 10 ദശലക്ഷം എന്ന് പറയപ്പെടുന്നു. വിവിധ റേഡിയോ സ്റ്റേഷനുകളിൽ ഓരോന്നിനും 10 മില്യൺ കേൾവിക്കാരുണ്ട്. TV ചാനലുകളുടെ എണ്ണം 10 മില്യനാണ്. റേഡിയോയിൽ കേൾവിക്കാരുടെ എണ്ണം, റേഡിയോയിൽ 24 വാർത്തകൾ വന്നു. അത് കേൾക്കുന്നവരുടെ എണ്ണവും 10 മില്യൺ ആകുന്നു. അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ ഏകദേശം 46 മില്യണിലധികം ആളുകൾ ജൽസ വാർത്തകൾ കാണുകയും കേൾക്കുകയും ചെയ്തു. അടുത്ത ഏതാനും ദിവസങ്ങളിൽ ഇനിയും കവറേജിന് സാധ്യതയുണ്ടെന്ന് പറയുന്നു. വലിയ വലിയ റേഡിയോ ചാനൽസ് LBC, റേഡിയോ സ്കോട്ട്ലൻഡ്, BBC സൗത്ത് ടുഡേ, ഡെയിലി എക്സ്പ്രസ് മുതലായവ മുഖേനയും ജനങ്ങൾ വാർത്തകൾ കേൾക്കുകയുണ്ടായി. അതുപോലെ എക്സിബിഷനുകൾ വളരെയേറെ ആളുകളെ ആകർഷിക്കുകയുണ്ടായി. ഒരുപാട് പേർ അഭിപ്രായ പ്രകടനം നടത്തി. മഗ്സനെ തസാവിർ, ഫോട്ടോ ഗാലറിയുടെ എക്സിബിഷൻ, ഹിസ്റ്ററി എക്സിബിഷൻ എന്നിവയും ആളുകളെ ആകർഷിക്കുകയുണ്ടായി. എല്ലാ എക്സിബിഷനും തബ്ലീഗിന് നിമിത്തമായി. ജൽസ ഒരു ഭാഗത്ത് സ്വന്തക്കാരുടെ തർബിയത്തിനും ശിക്ഷണത്തിനും ആത്മീയതയ്ക്കും അവസരം ഒരുക്കിയതുപോലെ മറുഭാഗത്ത് അന്യർക്ക് ഇസ്ലാമിക പാഠങ്ങൾ അറിയാനും ദൈവ സാമീപ്യം നേടാനും നിമിത്തമായി മാറിയിരിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൂടുതൽ കുനിയുന്നതോടൊപ്പം അവനോട് നന്ദി കാണിക്കാനും അള്ളാഹുവിൻ്റെ സന്ദേശത്തെ, ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ സന്ദേശത്തെ പ്രചരിപ്പിക്കാൻ പൂർവാധികം ശ്രമിക്കുമെന്ന ശബ്ദത്തെ ഉറച്ചു നിൽക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ.
الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر